നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. എടാ, ശാലിനിയോടുള്ള പ്രേമം അത്രയ്ക്ക് തലക്ക് പിടിച്ചിരിക്കായിരുന്നെങ്കിൽ എന്തിനായിരുന്നടാ ഇവളുടെ ആവശ്യം? ഇവിടെ എന്താണ് ഈ വീട്ടിൽ കണ്ണ് കിട്ടാതിരിക്കെ കൊണ്ടുവന്ന് നിർത്തിയേക്കാണോ? സോറി വിഷ്ണുവേട്ടോ, മധുശ്രീയുടെ ഭീഷണി കാരണം വിഷ്ണുവേട്ടനെ സത്യാമ്മയ്ക്ക് മുന്നിൽ ഒറ്റ കൊടുക്കേണ്ടി വന്നത് ഇതെന്റെ ജീവിത പ്രശ്നമായിപ്പോയി. ചെല്ല്. നിന്റെ ഈ രാത്രി സഞ്ചാരമൊക്കെ നിർത്താനുള്ള വഴി എനിക്കറിയാവടാ. മോളെ, നിന്റെ നന്മ ആഗ്രഹിക്കുന്നവരാ ദേവനും തേജസ്വിനിയൊക്കെ. അവരൊക്കെ പറയുന്ന പോലെ നമുക്ക് സത്യയുടെ കാര്യം സത്യമ്മയോടും വിഷ്ണുവിനോടും പറഞ്ഞാലോ? ദേവേട്ടനും തേജസ്വിനിക്കും ഒക്കെ സത്യയുടെ കാര്യം മാത്രമേ അറിയൂ അമ്മേ. സത്യ വിഷ്ണുവേട്ടന്റെ മോളാണെന്നുള്ള സത്യം. പക്ഷെ പപ്പിയുടെ കഥ അവർക്കറിയില്ല. സത്യക്കൊപ്പം അവളെ ഞാൻ ഇരട്ട പ്രസവിച്ചതാണെന്നും ഇപ്പൊ ശ്യാമയുടെ മോളായി വളരുകയാണെന്നും. സത്യയുടെ കാര്യം വെളിപ്പെടുത്തിയാലുണ്ടാവുന്ന പ്രത്യാഘാതം പപ്പിക്കും ശ്യാമയ്ക്കും കൂടിയാണെന്ന് അവർക്കറിയില്ല. വിഷ്ണുവേട്ടൻ മറ്റൊരു വിവാഹം കൂടി കഴിച്ച സ്ഥിതിക്ക് ഇനി അതൊക്കെ ആരെ ബോധ്യപ്പെടുത്താനമ്മേ? മോളെ, കുറച്ച് ജീവിതങ്ങൾ കൂടി തകർത്തതുകൊണ്ട് അതുകൊണ്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടോ? ശ്യാമയും രോഹിത്തും പപ്പിയെങ്കിലും സന്തോഷമായിട്ട് ജീവിക്കട്ടെ. ആ രഹസ്യം എന്റെ ചിതയിൽ കത്തിയമർന്നോളൂ. മോളെ, ഡീ സത്യാമ്മേ, നീ ഇത് ഒരു പരാതി പോലെയൊന്നും അറിയിക്കരുത്. അറിയാതെ നിന്റെ നാവീന്ന് വീണതുപോലെ വേണം അറിയിക്കാൻ. ബാക്കിയൊക്കെ അവര് തന്നെ ഊഹിച്ചെടുത്തോളും. നീ ഒരു കംപ്ലൈന്റ് ബോക്സ് ആണെന്ന് ആദ്യമേ അവർക്ക് തോന്നരുത്. ഭർത്താവ് പഴയ ഭാര്യയെ കാണാൻ പാതിരാത്രി ഇറങ്ങി പോകുമ്പോ നിശബ്ദമായി കണ്ണീർ കുടിച്ചിറക്കുന്ന കണ്ണീർ നായിക, അതാണ് നിന്റെ റോൾ. സത്യമ്മ വരുന്നുണ്ട്. രക്ഷപ്പെട്ടു. മോളെ, മോൾ ഉറങ്ങിയില്ലേ? ഇല്ല സത്യമ്മേ, ഞാൻ കരുതിയത് സത്യമ്മ ഉറങ്ങിയിട്ടുണ്ടാവുന്ന. മോളെ, കിടന്നിട്ടൊരു സമാധാനം കിട്ടിയില്ല. അവന്റെ കാര്യം ഓർത്തിട്ടെ. അല്ല, അവൻ ഉറങ്ങിയോ? എന്താ മോളൊന്നും മിണ്ടാത്തത്? എന്താ മോളെ? വിഷ്ണുവേട്ടൻ വിഷ്ണു വിഷ്ണുവേട്ടൻ റൂമിലില്ല സത്യമ്മേ. റൂമിലില്ലെന്നോ? അവൻ എവിടെ പോയി ഈ സമയത്ത്? എനിക്കറിയില്ല. പിൻവാതിൽ തുറന്ന് ഇറങ്ങി പോകുന്നത് കണ്ടു.
വിഷ്ണു, എവിടെ പോയിരുന്നു നീ? ഞാൻ ഒന്ന് കാറ്റുകൊള്ളാൻ. കാറ്റ് കൊള്ളാൻ രാത്രി ഈ സമയത്തോ? ഈ വീടിനുള്ളിലെ കാറ്റൊന്നും പോരെ നിനക്ക്? ശരി, എവിടെ എന്റെ മോൻ കാറ്റ് കൊള്ളാൻ വേണ്ടി ഇറങ്ങി പോയത്? ഞാനിവിടെ മുറ്റത്തുണ്ടായിരുന്നു. ഡാ, സത്യം പറയടാ, ശാലിനിയെ കാണാൻ വേണ്ടി പോയതല്ലേ നീ? എടാ, നീ അവളെ നോക്കി പേടിപ്പിക്കണ്ട. അവളുടെ മുന്നിൽ വെച്ച് ഇത് ചോദിക്കാൻ ലജ്ജയുണ്ട് എനിക്ക്. എന്നാലും നീ ആയിട്ട് ആ ഗതികോടും കൂടെ സത്യഭാമയുടെ തലയിലോട്ട് ഇട്ടല്ലോ. എന്റെ അമ്മയ്ക്ക് എന്താ? എടാ, സത്യം പറയടാ. എന്റെ അമ്മ, ഞാൻ എടാ, അല്ലാന്നുണ്ടെങ്കി എന്റെ തലയെ കൈ വെച്ച് സത്യം ചെയ്യ നീ. എന്റെ അമ്മ, ഞാനൊന്ന് ദൂരെ ഒന്ന് കണ്ടതേ ഉള്ളൂ. അടുത്ത് പോയി സംസാരിക്കുക ഒന്നും ചെയ്തില്ല. അതിന്റെ ആവശ്യം എന്തായിരുന്നടാ? നാണം കെട്ടവനെ. ദേ നിൽക്കുന്നു നീ താലി കെട്ടിയ ഭാര്യ. ഇവളിവിടെ നിർത്തിയിട്ട് നീ പാതിരാത്രി അവളെ കാണാൻ പോയിരിക്കുന്നു അല്ലേ? എടാ, ശാലിനിയോടുള്ള പ്രേമം അത്രയ്ക്ക് തലക്കി പിടിച്ചിരിക്കായിരുന്നെങ്കിൽ എന്തിനായിരുന്നടാ ഇവളുടെ ആവശ്യം? ഇവിടെ എന്താണ് ഈ വീട്ടിൽ കണ്ണ് കിട്ടാതിരിക്കെ കൊണ്ടുവന്ന് നിർത്തിയേക്കുവാണോ? സോറി വിഷ്ണുവേട്ടോ, മധുശ്രീയുടെ ഭീഷണി കാരണമാണ് വിഷ്ണുവേട്ടനെ സത്യാമ്മയ്ക്ക് മുന്നിൽ ഒറ്റ കൊടുക്കേണ്ടി വന്നത്. ഇതെന്റെ ജീവിത പ്രശ്നമായിപ്പോയി. ചെല്ല്. നിന്റെ ഈ രാത്രി സഞ്ചാരമൊക്കെ നിർത്താനുള്ള വഴി എനിക്കറിയാടാ. ചെല്ല്. പോടാ. മോളെ, മോള് പോയി എന്റെ ഫോണിങ് എടുത്തോണ്ട് വാ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.